അവസാന വചനമാണ് നമ്മൾ ധ്യാന വിഷയമാക്കുക. അവസാന വചനം നിങ്ങൾ കേട്ടോ? സുവിശേഷത്തിൽ എന്താണത്? ആർക്ക് പറയാം? കൈവയ്ക്ക് പറ. പറയാം. ബ്ലെസ്സിംഗ് പറഞ്ഞതാണ് എന്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ള ഭാരതമാണ് ഈശോ പറഞ്ഞതാണ്. വേറെ കറക്റ്റാണല്ലേ? എന്നിട്ട് അതിന് മുകളിൽ പറയുന്ന കാര്യം, ഞാൻ ശാന്തശീലം വിനീത ഹൃദയമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിട്ട് പഠിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആശ്വാസം ലഭിക്കും. ഇതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ സമൂഹത്തിൽ നിന്ന് ആശ്വാസം ഇല്ലാതെ ഇങ്ങനെ അലയാണല്ലേ? നമുക്ക് പത്രങ്ങൾ തുറക്കാൻ പേടിയാണ്. കൊലപാതകങ്ങൾ, തട്ടിക്കൊണ്ടുപോകലുകൾ, പൈശാചികമായ ഒത്തിരി പ്രവൃത്തികൾ. ഞാൻ എല്ലാ ദിവസവും വചനം വായിച്ച് കുറച്ചു നേരം പ്രാർത്ഥിച്ച് നല്ലൊരു പോസിറ്റീവ് എനർജിയിൽ വരുമ്പോഴേക്കും രാവിലെ പത്രം വായിക്കും. അതുകൂടി ആ പോസിറ്റീവ് എനർജിയൊക്കെ ഈ രീതിയിലാണ്. പിന്നെ ഞാൻ അതെനിക്കറിയാതെ, അതുകൊണ്ട് ഞാൻ പിന്നെയും തന്നെ വചനത്തിലേക്ക് വരും, ധ്യാനത്തിലേക്ക് വരും. കാരണം എൻ്റെ ശക്തി അതാണെന്ന് എനിക്കറിയാം. പക്ഷേ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഉണ്ട്, അതൊന്നും വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താതെ തന്നെയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ അവർ ചിന്തിക്കും, എന്താണ് നടക്കുന്നത്? അഴിമതി, എന്ത് തോന്നിയാസവും, അധികാരമുള്ളവർ എന്ത് ചെയ്തിട്ട് നുണ പറഞ്ഞ മനുഷ്യരെ അതിന് മീഡിയകൾ പുറപിടിക്കുക അല്ലേ? എന്ത് ഈ നടക്കുന്ന ഈ നാട്ടിൽ? അവിടെയാണ് ഈശോയുടെ വചനത്തെ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാണ് അവിടെ നിന്ന് പറയുന്നത്, ഞാൻ ശാന്തശീലനം വിനീത ഹൃദയനും ആകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നൊന്ന് പഠിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം. ഒരു മനുഷ്യൻ നന്നാവാനും നശിക്കാൻ രണ്ട് സാധ്യതകളാണ്. എന്താണ്? മനുഷ്യന് മുൻപിൽ രണ്ട് സാധ്യതകളുണ്ട്. എന്താണ്? നന്നാവാനും നശിക്കാൻ. ഞാൻ കഴിഞ്ഞ ദിവസം പത്രം നോക്കി കഴിഞ്ഞപ്പോൾ ഫ്രണ്ട് പേജിൽ രണ്ട് ന്യൂസ് ഐറ്റംസ് വന്നിട്ടുണ്ട്. ഒന്നാമത്തത് നമ്മുടെ ശ്രീഹരിക്കോട്ടയിൽ നിന്നും, ഏത് ആന്ധ്രാപ്രദേശിലാണുള്ളത്. ഈ ശ്രീഹരിക്കോട്ട എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്പേസ് സെന്ററാണ് അല്ലേ? അവിടെ നിന്ന് ഇന്ത്യ 100ാമത്തെ പേടകം വിക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് ഇസ്രോ. എന്താണ് ഇസ്രോ എന്ന് പറയുന്നത് എനിക്കറിയാം അല്ലേ? ഇന്ത്യൻ സ്പേസ് ഇസ്രോ റിസർച്ച് ഓർഗനൈസേഷൻ, ഇതാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ പ്രസിഡന്റ് വി നാരായണൻ. അദ്ദേഹം ഹിന്ദു ആയതുകൊണ്ട് അദ്ദേഹം അവിടെ തിരുപ്പതി ക്ഷേത്രത്തിൽ ദർശനമൊക്കെ നടത്തിയിട്ടാണ് അതിൻ്റെ കൗണ്ട് ഡൗൺ ആരംഭിക്കുന്നത്. അപ്പോൾ ഓക്കെ, നമുക്കിത് വല്ലാത്തൊരു സന്തോഷമുള്ള കാര്യം. എന്താ വെച്ചാൽ വേറെ എന്താണ്, അതായത് ഇന്ത്യ 100ാമത്തെ പേടകം വായിക്കുന്നു. ദിശാസൂചി പേടകമാണെന്ന് തന്നെ മനസ്സിലായി. അപ്പോൾ മറ്റ് രാഷ്ട്രങ്ങൾക്കിടയിൽ, മറ്റ് രാഷ്ട്രങ്ങളോട് കിടപിടിക്കുന്ന വിധത്തിൽ ഇന്ത്യൻ ഈ സാറ്റലൈറ്റ് മേഖല വളർന്നിരിക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നൊരു കാര്യം. അപ്പോൾ നമുക്ക് ഈ ശാസ്ത്രത്തിനെയും അതോടുകൂടി അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ടീമിനെയും നമ്മൾ വളരെ സന്തോഷമായിട്ട് നമ്മൾ കാണും. നമുക്ക് അഭിമാനമുണ്ട് അവരുടെ നേട്ടങ്ങളെ ഓർത്ത്. പക്ഷെ തൊട്ടപ്പുറത്ത് മറ്റൊരു വാർത്ത ഉണ്ടായിരുന്നു. എന്താണ്? നെന്മാറ കൊലക്കേസ്. അവിടുത്തെ ആ കൊല നടത്തിയ വ്യക്തിയുടെ പേര് എന്താണ്? ചിന്താമണിയോ? നിങ്ങളൊക്കെ അത് മനസ്സിലാക്കിയില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ട് പുള്ളി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഏതോ താമരയാണ്. എന്താണ്? ചെന്താമര. അതെ, ചെന്താമര എന്നാണ് പേര്. അപ്പോൾ അവൻ പറയുകയാണ്, അവനൊരു കൊലപാതകം നടത്തി, പിന്നെ ജാമ്യത്തിൽ അറിയുമ്പോൾ ആ വീട്ടിൽ അതിന് 2 പേരെയും കൂടി പോകുന്നു. എന്നിട്ട് അവൻ പറയാണ്, വേറെ 2 പേരെയാണ് കൊല്ലാനായിട്ട് എനിക്ക് പദ്ധതി. അപ്പോൾ നോക്കണം, ഒരു വശത്ത് എന്താണ്? മനുഷ്യന്റെ ഔന്നത്യത്തിന്റെ വലിയൊരു മേഖല, ഒരു വശത്ത് മനുഷ്യൻ എന്തുമാത്രം അധപതിക്കാമോ അത്രമാത്രം അധപതിച്ചിരിക്കുന്നു. ഇതാണ്. അപ്പൊ ദൈവം പറയുന്നത്, ഈ അധപതനം നിങ്ങൾക്ക് ഉണ്ടാവില്ല. എന്ത് ചെയ്താൽ? അതാണ് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ മുഖം വഹിച്ചാൽ നിങ്ങൾക്ക് എന്തുണ്ടാവില്ല? അധപതനം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട്. അപ്പോ ഈ അധപതനം ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മൾ മുഖം കർത്താവ് നയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ തല താത്തി കൊടുക്കണം എന്നുള്ളതാണ്. എന്താണ് ഈ മുഖം? ഈ പുതിയ പിള്ളേർക്കൊന്നും അറിയാൻ ഇവിടെ പുതിയ തലമുറയ്ക്ക് ഈ മൂരികളെ കൂട്ടുന്ന ഒരു പരിപാടി ഞാൻ കുഞ്ഞുനാളിൽ കണ്ടിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ ആ ഭാഗത്തൊക്കെ കൃഷിയൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഈ 2 മൂരികളെ
ഒഴുവാനായിട്ട് കൊണ്ടുവരും. എന്നിട്ട് അതിൻ്റെ നടുക്ക് ഒരു സാധനം 2 പേരുടെ തല ഇടയിൽ വെക്കും. എന്നിട്ട് ആണ് പൂട്ടും. എന്നിട്ടാണ് ഈ കർഷകൻ ഈ മൂരിനെ തെളിക്കുന്നത്. അപ്പോൾ കർഷകൻ ഇവിടെ ഈ മൂരി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അടിക്കും. അപ്പോൾ ഇവർ ഒരേ പാതയിലൂടെ പോകും. അങ്ങനെയാണ്. അപ്പോൾ കുറേ ഒച്ചപ്പാടുകളൊക്കെ എൻ്റെ ഇടയ്ക്ക് എടുക്കുന്നുണ്ട് ഈ കർഷകൻ. എൻ്റെ ഇടയ്ക്ക് പൊട്ടും ഇടയ്ക്ക്. അപ്പോൾ ഈ മൂരികൾ പോയി, എനിക്ക് തോന്നുന്നത് ഒരു പ്ലോട്ട് ചിലപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ ഈ മൂരികൾ എന്തായി ഇങ്ങനെ പോയി. അപ്പോൾ ഈ മൂരികൾ പോകുന്ന പോക്കിൽ അടിയിൽ ഒരു തൂമ്പയുണ്ട്. തൂമ്പ ഇങ്ങനെ മണ്ണ് കുഴച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നു ഒരു വ്യക്തി വരെ മനസ്സിലാക്കി, എനിക്ക് തോന്നുന്നു ഞാൻ വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ കഴിച്ചു കൊടുത്താൽ കിട്ടും എനിക്ക് തോന്നുന്നു. മുഖം ഇപ്പോഴും നമ്മളുടെ മറ്റ് നോർത്തേൺ സ്റ്റേറ്റ്സിലൊക്കെ ഈ മുഖം മൂരിയൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കർഷകൻ ആണ് ഇവരെ നയിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ്. ഇനി ഈ മുഖം മനസ്സിലാക്കാത്ത ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് മൂക്കുകയർ അല്ലേ? നമ്മൾ വീട്ടിൽ പശുവിനെ വളർത്തുമ്പോൾ നമ്മൾ പശു കിടാവ് വളർന്നു വരുമ്പോൾ കുഴപ്പമില്ല, അതിങ്ങനെ കുത്തിച്ചാടിയൊക്കെ നടക്കും. പക്ഷെ കുറച്ചൊക്കെ പ്രായം എന്തെങ്കിലും ഒരു യൗവനത്തിലേക്കൊക്കെ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഉടനെ പിടിച്ച് മൂക്കുകയർ ഇടും. എന്തുകൊണ്ടത്? അതല്ലെങ്കിൽ അവൻ അപകടകാരിയാണ്. കാരണം എന്താ? ഏതെങ്കിലും പറമ്പിൽ ചെന്ന് അവൻ നട്ടു വളർത്തിയിരിക്കുന്ന വാഴയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫലവൃക്ഷങ്ങളോ ഒക്കെ തിന്നാം, അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനെ ചിലപ്പോൾ കുത്താം. അപ്പോൾ ഒരു മൂക്കുകയർ പിടിച്ച് വലിച്ചാൽ, ഞാൻ ഒത്തിരി വലിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഈ പറയുന്നത്. അപ്പോൾ ഈ പശു അവിടെ നിൽക്കും. അങ്ങനെ ഇതുപോലെ ഒരു മൂക്കുകയർ വേണമെന്നാണ് ദൈവം പറയണത്. അതല്ലെങ്കിൽ പണിയാണ്. കാരണം നമ്മൾ ചെന്ന് നമ്മളുടെ വികാരങ്ങളനുസരിച്ച് അങ്ങോട്ട് ചെന്ന് കയറും. അതിൻ്റെ ഫലമായിട്ട് ഒത്തിരി അപകടങ്ങളുണ്ടാവും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കടിഞ്ഞാണില്ലാത്ത സമൂഹമാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യൻ നശിക്കുകയാണ്. എന്നിട്ട് കിടന്ന് കരയാണ്, നിലവിളിക്കുകയാണ്, അയ്യോ പറ്റിപ്പോയി, തെറ്റിപ്പോയി. ഈ കടിഞ്ഞാണിനെ പറ്റി ഇവിടെ നിയമാവർത്തന പുസ്തകത്തിൽ ദൈവം പറയുന്നൊരു കാര്യം ഒരു പരിധിവരെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ് ഈ പറയുന്നത്. പക്ഷെ സ്വാതന്ത്ര്യത്തെ കടിഞ്ഞാൺ കൊണ്ട് നിയന്ത്രിച്ചില്ലെങ്കിൽ അപകടമാണെന്നാണ് ഈ പറയുന്നത്. ഇത് മൃഗങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയാണെങ്കിൽ മനുഷ്യന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു കടിഞ്ഞാണില്ല. എന്ന് വെച്ചാൽ മൂക്കുകയറില്ല. അത് അവൻ മനസ്സിൽ സ്വീകരിക്കുന്ന മൂക്കുകയറാണ്. അതാണ് ഞാൻ പറയുന്നത്. അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ കടിഞ്ഞാനുണ്ടാവണം, അല്ലെങ്കിൽ മൂക്കുകയറുണ്ടാവണം. കാരണം അവർ ദൈവം സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ആ മൂക്കുകയറാണ് ദൈവവചനം. ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ഞാൻ മൊത്തം ഈ പറയാൻ പോണതിൻ്റെയൊക്കെ ഒരു ഗുളിക പരുവത്തിൽ തന്നാൽ ആ മൂക്കുകയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവവചനമാണ്. ആ വചനമാകുന്ന മൂക്കുകയറില്ലെങ്കിൽ നമ്മൾ തലകുത്തി വീഴും. ഇതാണ്. ഇതിനെ പല രീതിയിൽ ദൈവം പറയുന്നുണ്ട്, നമുക്ക് മനസ്സിലാക്കാം. നിയമാവർത്തനത്തിൽ അവിടെ പറയുകയാണ്, ഇതാ 30-15 വാക്യം, ഇതാ ഇന്ന് ഞാൻ നിന്റെ മുൻപിൽ ജീവനും നന്മയും മരണവും തിന്മയും വെച്ചിരിക്കുന്നു, ഇഷ്ടമുള്ളത് നിനക്ക് തരുക. കൃത്യം. ഇതാ ഇന്ന് നിന്റെ മുൻപിൽ ഞാൻ ജീവനും നന്മയും മരണവും തിന്മയും വെച്ചിരിക്കുന്നു, ഇഷ്ടമുള്ളത് നിനക്ക് തരുക. മനുഷ്യൻ സ്വാതന്ത്ര്യമുണ്ട്. മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ, മൃഗത്തിന്റെ സ്വാതന്ത്ര്യത്തെ നമ്മൾ മൂക്കുകയറായിട്ട് നിയന്ത്രിക്കുന്നവർ ദൈവം നിയന്ത്രിച്ചിട്ടില്ല, ഭാഗ്യമായിട്ട്. പക്ഷെ മൂക്കുകയർ അവിടെ ഉണ്ട്, ദൈവവചനമാണ്. അതെടുത്ത് അണിയാനായിട്ട് മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. മനുഷ്യനായതുകൊണ്ടാണ്. മൃഗങ്ങൾക്ക് നമ്മൾ അണിയിക്കും, പക്ഷെ മനുഷ്യനോ അവൻ സ്വന്തമായിട്ട് അണിയണം. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം സ്വാതന്ത്ര്യം വെച്ചിരിക്കുന്നത്. ഇതാ ഇന്ന് ഞാൻ നിന്റെ മുൻപിൽ ജീവനും നന്മയും മരണവും തിന്മയും വെച്ചിരിക്കുന്നു. ഇനി എന്താണ് അത് നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിയമാവർത്തനം 11:14 ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന കൽപ്പനകൾ അനുസരിച്ച് നിങ്ങൾ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും സമൃദ്ധമായി ലഭിക്കത്തക്ക വിധം നിങ്ങളുടെ ഭൂമിക്ക് ആവശ്യമായ ശരത്കാല വൃഷ്ടിയും വസന്തകാല വൃഷ്ടിയും യഥാസമയം
അവിടുന്ന് നൽകി. എന്നുവെച്ചാൽ നിങ്ങളുടെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക എന്നാണ് പറയുന്നത്. മറ്റൊരു വചനം പറയുന്നു, ഇന്നേ ദിവസം, കുറച്ചും കൂടി വിശദമായിട്ട് പറയുകയാണ്, ഇന്നേ ദിവസം നിങ്ങളുടെ മുമ്പിൽ ഞാൻ അനുഗ്രഹവും ശാപവും വയ്ക്കുന്നു. എന്നിട്ട് പറയുന്നൊരു കാര്യം ഇതാണ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച അനുഗ്രഹം. നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കാതെ ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് നിങ്ങൾക്ക് അജ്ഞരായ അന്യദേവന്മാരുടെ പുറകെ പോയാൽ ഇതെന്താണ് ഇതിനർത്ഥം? അപ്പൊ അത് ഞാൻ ഇന്ന് നൽകുന്ന കൽപ്പനകൾ എന്ന് പറയുന്നത് ഏത് കൽപ്പനകളെ പറ്റി പറയുന്നത്? ഏത് കൽപ്പനകളെ പറ്റി പറയുന്നത്? പെട്ടെന്ന് പറഞ്ഞേ മക്കള്. ചരിത്രമൊക്കെ പഠിക്കുന്നുള്ള കാറ്റഗറിസത്തില് ഏത് കൽപ്പനകളെ പറ്റി പറയുന്നത്? പറയാം. എനിക്ക് വിഷമാവോ നിങ്ങളിങ്ങനെ ചോദിക്കുമ്പോ? അതായത് മോശയ്ക്ക് കൊടുത്ത കൽപ്പന എന്തായിരുന്നു? 10 കൽപ്പനകൾ അല്ലേ? ആ 10 കൽപ്പന ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്നില്ലേ? അപ്പൊ അതിന്റെ വഴിക്ക് പോകാനാണ് ദൈവം പറയുന്നത്. ആ വഴിക്ക് പോയാൽ നിങ്ങൾക്ക് എന്തുണ്ടാവും? സമാധാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, ആശ്വാസം ഉണ്ടാവും. എത്രയൊക്കെ പ്രശ്നങ്ങൾ ഈ ലോകത്തുണ്ടെങ്കിലും ഞാൻ നിങ്ങളെ എന്ത് ചെയ്യും? ഉള്ളം കയ്യിൽ സംരക്ഷിക്കും. കാരണം നിങ്ങളത് പാലിക്കുന്നതിന്റെ പേരിലാണ് നിങ്ങൾക്ക് പീഡനം ഉണ്ടാകുന്നതെങ്കിൽ ഞാനവിടെ ഉണ്ട്, ഞാൻ നിങ്ങളെ സംരക്ഷിക്കും. അതേസമയത്ത് പാലിക്കാത്ത പേരിൽ നിങ്ങൾ നിങ്ങളുടെ തോന്നിയാസനുസരിച്ച് ജീവിച്ചിട്ടാണ് നിങ്ങൾക്ക് പീഡനം ഉണ്ടാകുന്നതെങ്കിൽ അത് ഞാൻ ഉത്തരവാദി ആയിരിക്കത്തില്ല. ഇതാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, അന്യദേവന്മാരെ നമ്മൾ അനുഗമിക്കരുത്. എന്താണ് അന്യദേവന്മാരെന്ന് പറയുന്നത്? നമ്മുടെ ഹൃദയത്തെ ഈ വചനത്തെക്കാൾ ആകർഷകമാക്കി തീർക്കുന്നത് എന്തും അന്യദേവന്മാരാണ്. മനസ്സിലാക്കുക എന്നാണത്. നമ്മുടെ ഹൃദയത്തെ ഈ വചനം ശ്രമിച്ച് അതനുസരിച്ച് ജീവിക്കുന്നതിനേക്കാൾ ആകർഷകമായിട്ട് എന്തൊക്കെ ആകർഷിക്കുന്നുവോ അതൊക്കെ അന്യദേവന്മാരാണ്. അതിന് പിന്നാലെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം അന്ധകാരത്തിലാണ്ടുപോവുകയും നമ്മൾ നിത്യജീവൻ നഷ്ടപ്പെടുത്തുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് വളരെയധികം ജാഗ്രത ഉണ്ടാവണം. പ്രത്യേകിച്ച് കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഇന്ന് മക്കളൊക്കെ തൊട്ട് കൂട്ടുന്ന സാധനമാണ് അല്ലേ? എപ്പോഴും ഇങ്ങനെ ഇരിക്കുകയാണ് സാധനത്തിന് മുമ്പിൽ അല്ലേ? അപ്പോൾ അതിങ്ങനെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് കുറേ കാര്യങ്ങൾ യൂട്യൂബിൽ കയറി, അതുപോലെ തന്നെ എന്താണ് ഫേസ്ബുക്കിൽ കയറി, വാട്സപ്പിൽ കയറി, ഇൻസ്റ്റഗ്രാമിൽ കയറി, അതിൻ്റെ ഇടയ്ക്ക് സിനിമാ ലോകത്തിൽ കയറി അല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെ കുറെ കയറി കഴിയുമ്പോൾ അവിടെ ദൈവവചനം ഇരിപ്പുണ്ട്. പക്ഷെ നമുക്കിത് വായിക്കാനായിട്ട് എന്തില്ല? ആകർഷണമില്ല, ഇൻട്രസ്റ്റ് ഇല്ല. കാരണം ഈ ലോകത്തിന്റെ ദേവൻ നമ്മുടെ ഹൃദയത്തെ എന്താക്കി മാറ്റി? അന്ധകാരത്തിലേക്ക് നയിച്ചു. അപ്പൊ നമ്മൾ അതിന്റെ പിന്നാലെയാണ്. അപ്പോൾ മായകളിൽ മുഴുകാണ് നമ്മൾ. ഇതിന്റെ പിന്നാലെ പോയി നമ്മൾ നമ്മുടെ ജീവിതം സുഖിക്കാനുള്ളതാണ് എന്ന് ചിന്തിക്കുകയാണ്. ദൈവവചനം അനുസരിച്ച് ജീവിക്കാനുള്ളതാണ്, ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ ജീവിക്കണമെന്നാ നമ്മളെങ്ങനെ ജീവിക്കണം? നമുക്ക് കിട്ടുന്ന എന്താണ്? കാശുണ്ടാക്കണം, ലാഭം ഉണ്ടാക്കണം, സുഖിക്കണം, സന്തോഷിക്കണം. കാരണം നമ്മൾ നാളെ ചത്തുപോകും, മരിച്ചുപോകും. അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? കുറെ കാശുണ്ടാക്കുക, കാറ് വാങ്ങിക്കുക, അത് ചെയ്യുക, ഇത് ചെയ്യുക, നല്ലൊരു വിവാഹം കഴിക്കുക. കണ്ടോ? ഈ രീതിയിലേക്ക് നമ്മളുടെ മനസ്സിനെ ആര് കൊണ്ടുവരും? അജ്ഞാത ദേവൻ എന്ന് വെച്ചാൽ ഈ ദൈവവചനമാണ് സത്യത്തിൽ നമ്മളെ അകറ്റുന്ന ഈ ശക്തി. അത് നമ്മുടെ നാശത്തിലേക്ക് നയിക്കും. പറയുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഈ വചനത്തെ നമ്മൾ ഗൗരവമായിട്ട് കണക്കാക്കി ഇതിൻ്റെ കടിഞ്ഞാണിൽ അല്ലെങ്കിൽ ഇതിൻ്റെ കെട്ടിൽ ജീവിക്കണം. എന്ന് വെച്ചാൽ പശുവിനെ നമ്മൾ എവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് കൊണ്ട് കെട്ടും. അവൾ പുല്ലുള്ളടത്ത് കൊണ്ട് കെട്ടുന്നത് കാരണം എന്താ? യജമാനറിയാം ഇതിന് കെട്ടിയില്ലെങ്കിൽ അയലോകത്തെ പറമ്പിലൊക്കെ ചെന്നത് തിന്നും, ഇതിനെ ആരെയും തല്ലിക്കൊള്ളും, എനിക്ക് നഷ്ടമാണ്. അതുകൊണ്ട് യജമാൻ എന്ത് ചെയ്യും? സുരക്ഷിതമായ സ്ഥലത്ത് കൊണ്ട് കെട്ടും. അപ്പോൾ പശു പുല്ലൊക്കെ തിന്ന് യജമാനം കൊണ്ട് വെള്ളമൊക്കെ കഴിച്ച് യജമാനും സന്തോഷം, പശുവിനും സന്തോഷം. ഇതുപോലെ വചനമാകുന്ന കയറ് നമുക്കുണ്ടാവണം. അത് 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 നമ്മൾ കെട്ടണം. എന്നിട്ട് ആ ചുറ്റുപാടുമുള്ള സംഭവങ്ങൾ നമ്മൾ തിന്നാവും. അതല്ലെങ്കിൽ അപകടമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ നമുക്കൊരു പക്ഷേ കണ്ണുകളടച്ച് ധ്യാനം തുടരാം. ഈ കാലഘട്ടത്തിൽ ഒത്തിരി ആകർഷകമായ കാര്യങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ. ഹൗവയ്ക്കുണ്ടായിരുന്നു ഈ ആകർഷകമായ പഴങ്ങൾ കണ്ടോ? പക്ഷേ ദൈവം പറഞ്ഞിരുന്നു എല്ലാം നിങ്ങൾ തിന്നോ, കുഴപ്പമൊന്നുമില്ല മക്കളെ, പക്ഷെ ഈ ഒരു പഴം തിന്നാൻ പാടില്ലാത്ത പഴങ്ങളുണ്ട്. ഹൗവയ്ക്ക് മാത്രത്തിന് പറ്റിയത് ആ ദൈവകൽപ്പനയെ ധിക്കരിച്ച് ആകർഷകമായ പഴത്തിന് പിന്നാലെ പോയി. ദൈവകൽപ്പനകളെ ധിക്കരിച്ച് നമ്മൾ ആകർഷകമായ കാര്യങ്ങളുടെ പിന്നാലെ പോയാൽ
അപകടമാണ്, ദുരന്തമാണ്, ദുരിതമാണ്, മരണമാണ്. അതുകൊണ്ട് നിയമാവർത്തനം പറയുന്നു, ഇന്ന് നിന്റെ മുൻപിൽ ഞാൻ നന്മയും തിന്മയും ജീവനും മരണവും വെച്ചിരിക്കുന്നു, ഇഷ്ടമുള്ളത് തന്നെ. കർത്താവായ യേശുവേ, കണ്ണടയ്ക്കാൻ നമുക്ക് കർത്താവായ യേശുവേ, ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. ആകർഷകമായ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് മുന്നിൽ പിശാച് വെച്ചിരിക്കുകയാണ്. എന്തിനാണ്? ഞങ്ങൾ ദൈവവചനത്തിൽ നിന്ന് അകറ്റാൻ, ഞങ്ങളുടെ ഹൃദയങ്ങളെ അന്യദേവനെ സേവിക്കാൻ. അപ്രകാരം ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്ക് നഷ്ടപ്പെടും നിന്നെയാണ്. ഞങ്ങൾക്ക് ഒത്തിരി നേട്ടങ്ങളുണ്ടാവും, പക്ഷെ ആ നേട്ടങ്ങളിൽ വിലപിക്കുന്ന വ്യക്തികളായിട്ട് ഞങ്ങൾ മാറും, പേടിക്കുന്ന വ്യക്തികളായിട്ട് ഞങ്ങൾ മാറും. കാരണം യഥാർത്ഥ സന്തോഷമായ, യഥാർത്ഥ സമാധാനമായ നിന്നെ ഞങ്ങൾ തിരസ്കരിച്ചു കർത്താവേ. അതുകൊണ്ട് നിന്റെ കൽപ്പനകൾ ഗൗരവമായിട്ട് കണ്ട് അതിൽ തന്നെ ഉറച്ചു നിൽക്കാൻ, അപ്രകാരം അനുഗ്രഹീതമായ ജീവിതം ഈ ഭൂമിയിലും വരാനിരിക്കുന്ന ലോകത്തും നയിക്കാൻ കർത്താവേ പരിശുദ്ധമായിട്ട് ഞങ്ങളെ നയിക്കുകയും ഞങ്ങളെ ഓരോ ദിവസവും വഴി നടത്തുകയും ചെയ്യണമേ. നിത്യം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര യഥേക്കും